ഹായ് ഗായ്സ്, എല്ലാവരും എൻ്റെ വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതെന്താവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എന്തെങ്കിലും കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. എന്നാലും അതൊക്കെ പയ്യെ റിക്കവർ ആവും എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. ചെയ്താലല്ലേ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റൂ. അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർക്കുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധനത്തെ പറ്റി റിവ്യൂ കാണും. കാരണം എനിക്ക് യൂസ് ചെയ്തല്ലേ അറിയാവുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഫേസ് വാഷ് ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിക്കും. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാണ്. ഇതേപോലെ യൂട്യൂബിലും ഇവരൊക്കെ റിവ്യൂ കണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതെനിക്ക് സ്യൂട്ടായില്ലേ എന്നാണ് ഇന്ന് അറിയാൻ പോകുന്നത്. ഇതിൽ ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്നും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ബാക്കിയുള്ള സ്കിൻ ടൈപ്സിനൊക്കെ എങ്ങനെ ഇത് വർക്കായില്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ, എന്നാലേ എന്നെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. പിന്നെ തുടക്കം തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഫേസ് വാഷ് തേടി വന്ന ആൾ സൺസ്ക്രീൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ആ കറക്റ്റ് പോർഷൻ എടുത്ത് നിങ്ങൾ കണ്ടാൽ മതിയാവും. അപ്പം ഫേസ് വാഷ് ആണെങ്കിൽ തുടക്കം തന്നെയുണ്ട്. ലാക്മേൻ്റെ സൺസ്ക്രീൻ എടുത്ത് അങ്ങനെ ഞാൻ എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം പ്രത്യേകം എടുത്ത് പറയുന്നത് കൊണ്ട് ആ ഒരു ഭാഗം എടുത്ത് കണ്ടാൽ മതിയായിരിക്കും അറിയാനായിട്ട്. അപ്പം അതായിരിക്കും ബെറ്റർ, ടൈമിൽ ലാഭിക്കാം. ഇതിൽ കൂടുതലും മാമാർത്തിൻ്റെ പ്രോഡക്റ്റ്സാണ്. എന്ന് കരുതി ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത പ്രോഡക്റ്റ് മാമാർത്തിൻ്റെതാണ്. അപ്പം എനിക്ക് ആ ടൈമിൽ അറിയാവുന്ന ഒരേ ഒരു കമ്പനി അത് തന്നെയായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തു, എനിക്കത് വർക്കൗട്ടായി. അങ്ങനെ ഞാൻ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് എനിക്ക് വേണ്ടിയിട്ട് തന്നെ മാമാർത്തിൻ്റെ സജസ്റ്റ് ചെയ്തു. ബട്ട് അതെല്ലാം എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. അത് ഏതൊക്കെയാണ് വർക്കൗട്ട് ആവാത്തത്, ഏതൊക്കെ വർക്കൗട്ടായി എന്ന് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലിയാണ്. അത്യാവശ്യം നല്ല പിമ്പിൾസ് വരുന്നൊരു സ്കിൻ തന്നെയായിരുന്നു എൻ്റെത്. അപ്പോൾ ആദ്യം ഫേസ് വാഷിന് തന്നെയാണ് തുടങ്ങുന്നത്. എൻ്റെ ഫേസിൽ ഞാൻ സ്കൂൾസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. നല്ലപോലെ പിമ്പിൾസ് വന്നു, അത് ഭയങ്കര ഡാർക്ക് മാർക്സായി. അങ്ങനെ ഇരുന്നതാണ് എൻ്റെ ഫേസ്. അത് ഞാൻ ഈ മാമഎർത്തിൻ്റെ ഈ ഫേസ് വാഷ്, ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷും ഇത് യൂസ് ചെയ്തു. ഇത് ഞാൻ ഡെയിലി 2 നേരം വെച്ച് യൂസ് ചെയ്തു. അങ്ങനെ കുറേ ഒരു 1 വീക്ക് 2 വീക്കൊക്കെ ആയപ്പോൾ തന്നെ ചെറിയ രീതിക്ക് റിസൾട്ടൊക്കെ കാണിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ ഞാനിത് സ്റ്റോപ്പ് ചെയ്തില്ല, ഇത് പ്രോപ്പറായിട്ട് തന്നെ യൂസ് ചെയ്തു. അങ്ങനെ എൻ്റെ ഫേസിലുണ്ടായിരുന്ന ആ ഒരു പിമ്പിൾസും ആ ഒരു വളരെ വികൃതമായിട്ടിരുന്ന എൻ്റെ ആ മുഖത്തുണ്ടായിരുന്ന ആ പാടൊക്കെ നന്നായിട്ട് കുറഞ്ഞു, നല്ല രീതിക്ക് തന്നെ കുറഞ്ഞു. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ മാമഎർത്തിന് എനിക്കൊരു വിശ്വാസം തോന്നിയ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് കാരണമാണ് ഞാൻ വീണ്ടും മാമഎർത്ത് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ ഈ ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നുണ്ട് ഇവർ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്ന്. എൻ്റെത് ഓയിലിയാണ്, എൻ്റെ സ്കിന്നിത് പറ്റി. ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, എല്ലാ വേറെ സ്കിൻ ടൈപ്സ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതെങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ കണ്ടൻറ്റ് വന്നത് 100 മില്ലിയാണ്. ഇതിൽ പ്രൈസ് വന്നത് 269 ആണ്. ഫ്ലിപ്പിലും മീഷോയിലൊക്കെ സംടൈംസ് 180 വരെ ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അപ്പം ഓരോ ടൈമിൽ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ ഡിസ്കൗണ്ട് ഉള്ള ടൈമിലൊക്കെ വാങ്ങിക്കാനൊക്കെ നമുക്കിത് സാധിക്കുന്നതാണ്. ലാക്മേൻ്റെ സൺസ്ക്രീൻ ഇതാണ് നെക്സ്റ്റ്. ഇതെന്ന് പറയുമ്പം ഇത് നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ്, പക്ഷെ ഇത് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രോബ്ലം. റീഅപ്ലൈ ചെയ്യണം. ഇത് ഒരു 2 to 3 hours വരെയൊക്കെ നിൽക്കും. ഇതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. ഫസ്റ്റ് ഇറങ്ങിയതൊരു കുറച്ച് വൈറ്റ് ക്രീമി ലുക്കായിരുന്നു അതിന്. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടൊരു ഫീലാണ് വരുന്നത്. അത് നെക്കിലും മുഖത്തിലും ഒക്കെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്താൽ അതൊരു നോർമൽ നല്ലൊരു മേക്കപ്പായിട്ട് വരും. നല്ലൊരു സൺസ്ക്രീൻ ആയിരുന്നു. ഇത് രണ്ടാമത് ഇറങ്ങിയതാണ് ലാക്മേയുടെ. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇത് രണ്ടാമത് ഇറങ്ങിയതാണ്. ഇത് നല്ലതാണ്. ലാക്മേയുടെ ഈ സൺസ്ക്രീൻ ഇത് രണ്ടാമത് ഇറങ്ങിയത് കുറച്ച് ജെൽ കൺസിസ്റ്റൻസി ആയിരുന്നു. എന്നാലും ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്കുണ്ടായിരുന്ന പിമ്പിൾസ് കൂടാതിരിക്കാനും ഈ ഉള്ള പിമ്പിൾസിനെ ഡിം ചെയ്യാനും റിഡ്യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു സൺസ്ക്രീൻ ഉപകാരപ്പെട്ടിരുന്നു നല്ല രീതിക്ക്. പിന്നെ മാമഎർത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് നല്ലതായിരുന്നു എന്നും പറഞ്ഞ് മാമഎർത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും എൻ്റെ സ്കിന്നിന് സ്യൂട്ടായില്ല. ഇതിൽ മാമഎർത്തിൻ്റെ സൺസ്ക്രീൻ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ, ഇതിൽ ടർമറിക്കും ഉണ്ട്, വിറ്റാമിൻ സിയും ഉണ്ട്. 50 SPF 50 PA++ എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാണെന്നൊക്കെ പ്രത്യേകം കാണിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. എൻ്റെ സ്കിന്നിൻ്റെ സ്യൂട്ടായില്ല. എൻ്റെ സ്കിന്നിനിത് ഞാൻ യൂസ് ചെയ്ത് എന്തോ ഡാർക്കൻ ചെയ്ത പോലെ എൻ്റെ സ്കിന്നിനത് സ്യൂട്ടായില്ല. എൻ്റെ സ്കിന്നിന് ഞാനിത് അപ്ലൈ ചെയ്തു. ഇതുകൊണ്ടാണോ തോന്നുന്നത്. കാരണം ഞാൻ അന്ന് ഇതേ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. വെയിലിൽ കൊള്ളുമ്പോൾ എനിക്ക് എൻ്റെ മുഖം കറുക്കുന്നത് പോലെ ഫീൽ ചെയ്തു. മാമഎർത്തിൻ്റെ ടീ ട്രീ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ, അത് ടീ ട്രീ ആൻഡ് സാലിസിലിക് ആസിഡാണ്. ഫോർ ആക്നെ ആൻഡ് പിമ്പിൾസ് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് സ്യൂട്ടായില്ല. ഞാൻ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് ഈ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് രണ്ടും കൂടി ആയതുകൊണ്ടാണോ, പക്ഷേ ഇത് രണ്ടും ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടെന്നാണ് ഇവർ കാണിക്കുന്നത്. എനിക്കിത് വർക്കായില്ല.
ഞാൻ ഇത് രണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടായിരുന്നു ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ കറുക്കുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ ഹോസ്റ്റൽ ലൈഫായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ഞാൻ കറുത്തു എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എനിക്ക് മനസ്സിലായത് ഇതാണ്. ഇത് ഞാനപ്പോൾ യൂസ് ആക്കുന്നത് നിർത്തിയപ്പോൾ ഞാൻ വെളുത്തു എന്ന് വെച്ചാൽ എൻ്റെ പഴയ ആ കളറ് തിരിച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മോയ്സ്ചറൈസർക്ക് ഇപ്പോഴും അതേപോലെ ഫില്ല് ചെയ്ത് വെച്ചേക്കാം ഞാൻ. അപ്പം ഞാൻ യൂസ് ചെയ്ത 4 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയും പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ, സ്യൂട്ടായില്ലേ എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.